Welcome back to my channel Jinjus Lifestyle. Birthday special fruit cake ആണ് ചെയ്യുന്നത്. നല്ല ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ഫ്രൂട്ട് കേക്ക് ചെയ്ത ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ള ഫ്രൂട്ട്സ് വെച്ചാണ് ചെയ്യുന്നത്. കിവി ഫ്രൂട്ടിന്റെ ഒരു ബോക്സ് ഉണ്ട്. ആപ്പിൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളർ വരുന്നതുകൊണ്ട് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ ഇപ്പോൾ ആപ്പിൾ എടുക്കുന്നില്ല. ഞാനിപ്പോൾ കിവി ഫ്രൂട്ട് ആണ് ആദ്യം ക്ലീൻ ചെയ്യുന്നത്. 2 കിവി ഫ്രൂട്ട് ആണ് ഞാനിപ്പോൾ ഈ കേക്കിന് വേണ്ടി എടുക്കുന്നത്. അത് ആദ്യം ക്ലീൻ ചെയ്ത് വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിനെ യൂസ് ചെയ്യാം. നല്ല കളർഫുൾ ആക്കി ചെയ്യണമെങ്കിൽ ഗ്രേപ്സ്, പിന്നെ യെല്ലോ കളറിനൊക്കെ വേണമെങ്കിൽ പൈനാപ്പിൾ യൂസ് ചെയ്യാം. നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഈ സെയിം ഫ്രൂട്ട്സ് കൊണ്ട് തന്നെ ഞാൻ 2 രീതിയിൽ ഈ കേക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു വാട്ടർമെലൺ കട്ട് ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം സൈസിലുള്ള വാട്ടർമെലൺ ആണ്. ഈ 2 സൈഡ് ഒഴിവാക്കി ഈ ഒരു ഭാഗം മാത്രമാണ് കേക്കിന് വേണ്ടി എടുക്കുന്നത്. ഇതിന്റെ 2 സൈഡും ഒന്ന് നന്നായി ലെവലാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 3 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫ്രൂട്ട് കേക്ക് ബേസ് റെഡിയായി. ഇനി കേക്കിന് വേണ്ടി എടുക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പം ഞാൻ കേക്കിന് വേണ്ടി എടുത്തത് ഇതിനുള്ളിൽ വൈറ്റ് കളർ ആയിരിക്കും എന്ന് വിചാരിച്ചാണ്. പക്ഷേ എൻ്റെ എല്ലാ പ്ലാനും തെറ്റിച്ചുകൊണ്ട് ഇതിപ്പോൾ ഉള്ളിൽ പിങ്ക് കളർ ഉള്ളതാണ് കിട്ടിയത്. ഇനി ഇത് നല്ല തിൻ സ്ലൈസസ് ആക്കി കട്ട് ചെയ്ത് വെക്കാം. അപ്പം ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ ഒരു 3 പീസേ ഞാൻ എടുക്കുന്നുള്ളൂ. ഈ സ്റ്റീൽ കട്ടർ മോൾഡ് യൂസ് ചെയ്ത് ഇതൊന്ന് ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത് പല ഷേപ്സിലുള്ള മോൾഡ് ഉണ്ട്. ഞാൻ ഈ ഒരു മോൾഡാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പതുക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഫ്രൂട്ട് കേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ് ഈ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുത്തത്. ഫസ്റ്റ് ഡിസൈൻ ആണ് ഇത്. ഈ സെയിം ഫ്രൂട്ട്സ് തന്നെയാണ് ഞാൻ വീണ്ടും യൂസ് ചെയ്യുന്നത്. ആദ്യം ഇതെല്ലാം എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം.
ആദ്യം അറേഞ്ച് ചെയ്തപ്പോൾ വന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണിത്. അപ്പോൾ ഇതൊരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാം. വീണ്ടും അറേഞ്ച് ചെയ്യാം. ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ കേക്കിൻ്റെ മുകളിലാണ് അറേഞ്ച് ചെയ്തത്. അങ്ങനെ 2 രീതിയിലും ഒരേ ഫ്രൂട്ട്സ് കൊണ്ട് തന്നെ അറേഞ്ച് ചെയ്തു. രണ്ടാമത്തെ തവണ ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലാസ്റ്റ് അറേഞ്ച്മെൻ്റ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ കേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് വലിയ അറേഞ്ച്മെൻറ്റ്സ് ഒന്നുമല്ല, ഒരു കുഞ്ഞ് അറേഞ്ച്മെൻറ്റ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.